ഐ എം ഡോക്ടർ ജമാലുദ്ദീൻ, ചെയർമാൻ ഓഫ് ബെൻസി പോളിക്ലിനിക്. എനിക്കൊരു മെസ്സേജ് പറയാനുള്ളത്, ഇന്നിപ്പം സമൂഹം തന്നെ പ്രത്യേകിച്ചും നമ്മുടെ യുവതലമുറ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ മെസ്സേജ് തരുന്നത്. തീർച്ചയായും ലഹരി മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ബാധിക്കുന്നതാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിൽ നമ്മൾ ഡി അഡിക്ഷന് കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ച് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് വരാൻ പറ്റുമെന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴും മറന്നു പോകുന്നു. 1-2 തവണ ഡി അഡിക്ഷൻ കൊടുത്താലും വീണ്ടും അവർക്ക് ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവർ വീണ്ടും അടിമയാവുന്ന കാണാറുണ്ട്. അത് പ്രതീക്ഷ കൈവടിയരുത്. തീർച്ചയായും അത് പ്രതീക്ഷയോടുകൂടി തന്നെ അവരെ വീണ്ടും ഡി അഡിക്ഷന് വിധേയരാക്കിക്കൊണ്ട് പ്രതീക്ഷയോടുകൂടി തന്നെ നിൽക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരിക്കലും പ്രതീക്ഷ കൈവടിയരുത്. നമുക്ക് എന്തായാലും അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതിനുള്ള എല്ലാ ശ്രമവും ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലും പബ്ലിക്കിൻ്റെ ഇൻവോൾവ്മെൻറ്റോട് കൂടിയിട്ട് ഒരുപാട് ഇൻറ്റൻസീവായിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ആ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബെൻസി പോളിക്ലിനിക്കിൽ ഏത് സമയത്തും നിങ്ങളുടെ മുമ്പിൽപ്പെട്ട നിങ്ങളാവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു വ്യക്തി ഒരു അഡിക്ഷനായിട്ട് വിധേയനായിട്ട് കൊണ്ട് ജീവിതം സ്വയം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അവരവിടെ കൊണ്ടുവരാവുന്നതാണ്. ഞങ്ങളുടെ ഉപദേശം തേടാവുന്നതാണ്. ഞങ്ങൾ അതിന് വേണ്ട അവർക്ക് വേണ്ട ചികിത്സകൾ, ഭാവിയിൽ എന്ത് വേണം, എങ്ങനെ വേണം എന്നൊക്കെ വേണ്ടത്ര ഗൈഡൻസ് തന്ന് അതാത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഞങ്ങൾ അയക്കാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. മറ്റൊന്ന്, ഈ മാതാപിതാക്കളോട് അല്ലെങ്കിൽ ഇതിൻ്റെ വളണ്ടിയേഴ്സിനോട് അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായും പ്രതീക്ഷ കൈവടിയാതെ പോകണം. കാരണം വെച്ചാൽ നമ്മുടെ ഈ ഇന്ത്യയിലെയും ഇൻ്റർനാഷണലിലെയും കുറേ ഫിഗേഴ്സിനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സഞ്ജയ് ദത്ത് മുതൽ ഇങ്ങോട്ട് ഹണി സിംഗ് വരെയുള്ള ആളുകളെല്ലാം തന്നെ അവർ ഒരു കാലത്ത് ഡ്രഗ് അഡിക്ഷന് വിധേയരായിട്ട് പിന്നീട് തിരിച്ചു വന്ന് കാരിയർ ബിൽഡപ്പ് ചെയ്ത് പിന്നെ മയക്കുമരുന്നെതിരായിട്ട് സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ലൈഫ് എന്ന് പറയുന്ന മുദ്രാവാക്യം മുറക്കിക്കൊണ്ടുവന്ന ആളുകളാണ്. ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിൽ സ്പോർട്സ് പേഴ്സൺസ് ലൈക്ക് മൈക്ക് ടൈസൺ, നമ്മുടെ ബോക്സറായിട്ടുള്ള, പിന്നെ മൈക്കൽ ഫെൽപ്സ്, ഇങ്ങനെ ഒരുപാട് ഫിഗേഴ്സ് തിരിച്ചു വന്നിട്ടുണ്ട് ജീവിതത്തിലേക്ക്. ഹോളിവുഡിൽ താരങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരിക്കലും അസംഭവ്യമല്ല. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ എലോൺ മസ്ക് ഒരു ഡ്രഗ് അഡിക്ഷന് വിധേയനായ ഒരാളായിരുന്നു. അയാളാണെന്ന് ടെസ്ല കാറും കമ്പനിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ പ്രതീക്ഷ കൈവടിയരുത്. മാതാപിതാക്കളോടും മറ്റ് ഓർഗനൈസേഷനിലും ഒരു അപേക്ഷയാണ്, എത്ര തവണ നമ്മൾ റീഹാബിലിറ്റേഷന് കൊണ്ടുപോയാലും പിന്നെയും പറ്റില്ല, ഇവൻ കയ്യിൽ നിന്ന് പോയി എന്നുള്ള രീതിയിൽ അയാൾ ഉപേക്ഷിക്കരുത്. വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതാണ് എനിക്ക് തരാനുള്ള മെസ്സേജ്. താങ്ക് യു. Benzi Polyclinic. We care for your health.